കഴിഞ്ഞ 10 വർഷത്തിനിടയിലെ ഈ മലപ്പുറത്ത് നടക്കുന്ന കുറ്റകൃത്യങ്ങളുടെ എണ്ണത്തിലെ 100ഉം 200ഉം ഒക്കെ മടങ്ങ് വർധനയുണ്ടാക്കുന്നതിലെ ഇവിടുത്തെ പോലീസ് സേമാന്മാർക്കുള്ള പങ്കിനെ കൊടുത്തുള്ള വെളിപ്പെടുത്തലുകൾ വരികയാണ്. അതെല്ലാം വിരൽ ചൂണ്ടുന്നത് ഇത്തരം മുസ്ലിം ഭൂരിപക്ഷ കേന്ദ്രങ്ങളെ തീവ്രവാദത്തിന്റെയും ഭീകരവാദത്തിന്റെയും കുറ്റകൃത്യങ്ങളുടെയും കേന്ദ്രമാക്കി അവതരിപ്പിക്കുകയും അതിലൂടെ ആർക്കാണ് നേട്ടമുണ്ടാക്കാൻ പോകുന്നത്, RSSന് നേട്ടമുണ്ടാക്കാൻ പോകുന്ന പദ്ധതികൾ അവിടെ നടക്കുന്നത്. അതുകൊണ്ട് ഇതൊരു ചെറിയ വിഷയമല്ല, ഇതൊരു ബൃഹത്തായ പദ്ധതിക്കെതിരായ വലിയ പോരാട്ടമാണ്. ഈ പോരാട്ടം കേരളം മുഴുവൻ വ്യാപിക്കേണ്ടതുണ്ട്. ഇത്തരം പോരാട്ടങ്ങൾ നടത്തുമ്പോ ഇടതുപക്ഷത്തെ വിമർശിക്കുമ്പോ അവർ പതിവായി പറയുന്ന ഒരു കാര്യമുണ്ട്: ഇടതുപക്ഷം ഇല്ലാതായാൽ അത് സംഘപരിവാറിൽ വളരാനാണ് ഇവിടെ അവസരം ഒരുക്കി കൊടുക്കുക. അതുകൊണ്ട് നിങ്ങൾ ഇടതുപക്ഷത്തെ വിമർശിച്ചിട്ട് സംഘപരിവാറിന് മരുന്നിട്ട് കൊടുക്കുന്ന പണി നിങ്ങൾ ചെയ്യരുത് എന്നാണ് അവർ പറയുന്നത്. നമുക്ക് പറയാനുള്ളത്, ഇടതുപക്ഷം ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ RSSന് ഇത്രമാത്രം ഇവിടെ ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ ഉണ്ടെങ്കിൽ തന്നെയും RSS ഇവിടെ വളരുന്നുണ്ട് എന്നതിന്റെ തെളിവാണ്. മറ്റൊന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇടതുപക്ഷം ഇവിടെ നിലനിൽക്കണമെന്ന് നിങ്ങൾക്ക് തന്നെ ആഗ്രഹമില്ലാത്ത രീതിയിൽ ഇടതുപക്ഷത്തെ മൗദൂദിയും ദാവൂദും സംരക്ഷിക്കണമെന്ന് വിചാരിക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത് എന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇത്തരം വിമർശനങ്ങളെ ഇങ്ങനെയുള്ള ക്യാപ്സ്യൂളുകൾ കൊണ്ട് എതിരിടാതെ കൃത്യമായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് ഈ സംസ്ഥാനത്തെ രക്ഷിച്ചെടുക്കുന്നതിൽ, അല്ലെങ്കിൽ ഈ സംസ്ഥാനത്തെ RSS വിടുങ്ങുന്നതിൽ നിന്ന് സംരക്ഷിക്കുവാനുള്ള ബാധ്യത നിർവഹിക്കാൻ നിങ്ങൾക്ക് കഴിയേണ്ടതുണ്ട്. അല്ലെങ്കിൽ നിങ്ങളെ ഈ പണി നിർത്തണം. നിങ്ങൾ നിർത്തുന്നില്ലെങ്കിൽ ഈ പണി നിർത്തിക്കുവാനുള്ള എല്ലാ ബാധ്യതയും ഇവിടുത്തെ ജനങ്ങൾക്കുണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ സമരങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സമരത്തിന് എല്ലാവിധത്തിലുള്ള അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി.